ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതലും ചർച്ചയാകുന്നത്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവർക്ക് അതിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പഴയ കലാപങ്ങളെ ഓർമ്മിപ്പിച്ചും പേര് ചൂണ്ടി മതം ഓർമ്മിപ്പിച്ചും എങ്ങോട്ടാണ് ഈ പോക്ക്? ചോദ്യം ഇടതുപക്ഷത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോടാണ്. കാലിന് കീഴിലെ മണ്ണ് ചോരുന്നത് തടയാനാണ് ഈ തത്രപ്പാടെങ്കിൽ ഇത് തിരിച്ചടിക്കും തീർച്ച. വളച്ചൊടിക്കലാണ്, ദുർവ്യാഖ്യാനമാണ് എന്നെല്ലാം സജി ചെറിയാനും സഖാക്കൾക്കും പ്രതിരോധ പരിചയാകാം. പക്ഷേ അത് ദുർബലമാണ് എന്ന് പറയാതെ വയ്യ. കാരണം മാറി മാറി എടുക്കുന്ന കാർഡുകൾ ചിലതെല്ലാം മതേതര മനസ്സിന് മുറിവുണ്ടാക്കുന്നതാണ്. മാധ്യമങ്ങളോട് വഴിമാറാൻ പറഞ്ഞാലും വായിൽ നിന്ന് വീഴുന്ന വാക്ക് മാറാതെ തന്നെ കിടക്കും. ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം. വർഗീയ ധ്രുവീകരണം എന്ന പ്രസ്താവനയിൽ സജി ചെറിയാൻ മാപ്പ് പറയേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. കാസർഗോഡ് നിന്നുള്ള ആളുകളോട് സരീഷ് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും വർഗീയത മനസ്സിലാക്കണമെങ്കിൽ മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ മതി എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പരാമർശം. യഥാർത്ഥത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ആ പരാമർശത്തിൽ കാസർഗോഡുകാർ പ്രതികരിക്കുകയാണ്. ഇങ്ങനത്തെ വർഗീയൊന്നും ഇവിടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ അങ്ങനെയില്ല. ഇലക്ഷൻ വരുന്നതല്ലേ അടുത്ത്, അതിൻ്റെ മുതലെടുക്കാനായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറയണം. ഇപ്പോൾ ഇയാൾ പറയുമ്പോൾ ഈ സംഭവം അറിയുന്നു. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കുറേ ഇവിടെ ജനിച്ചു വളർന്നാളാണ്. മന്ത്രി എന്നതിനെ പാടില്ല, എല്ലാവരും ഒരേപോലെ കാണേണ്ടതാണ് മന്ത്രി എന്ന് പറഞ്ഞത്. മാപ്പ് പറയണം. പൊതുവെ കാസർഗോഡ് മൊത്തത്തിൽ നല്ല സൗഹൃദമുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. എന്നുവെച്ചാൽ മൊത്തം ഏത് ഭാഷ എടുത്ത് നോക്കി കഴിഞ്ഞാലും എല്ലാ ഭാഷ മിക്സുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഇവിടെ അങ്ങനെ ഒരു വർഗീയത കൊണ്ടുവരാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. അത്രയും സൗഹൃദമാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജനങ്ങളോട് എന്താ പറയുക, ക്ഷമാപണം ചോദിക്കേണ്ടി വരും. പൊതുവായിട്ട് കേരളത്തിൽ തന്നെ പിന്നെ അങ്ങനത്തെ വർഗീയമൊന്നുമില്ല. കാസർഗോഡ് ജില്ലയിൽ പൊതുവായിട്ട് ഇല്ല. എല്ലാവരും അങ്ങനെ അത്ര സൗഹാർദ്ദത്തിൽ വാഴുന്നതാണ്. എല്ലാ അമ്പലത്തിനും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അയച്ച് പരിചയമുണ്ടെങ്കിൽ മാപ്പ് ചെയ്യണം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ തെറ്റാണ്. കാരണം കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ഒരു നാടാണ്. പല ജാതി ഭാഷകളും പല ജാതി മതസ്ഥരും എല്ലാം ഉള്ളൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികളെ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ വോട്ട് ചെയ്യും. അല്ലാതെ വർഗീയത കാസർഗോഡുള്ളവർക്ക് അങ്ങനെ വർഗീയത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വർഗീയതയെ ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കാനുള്ള ചില ശ്രമങ്ങൾ അടുത്ത കാലത്തായി നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, മന്ത്രി സജി ചെറിയാനും ഒപ്പം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവരും പരസ്യമായി മാപ്പ് പറയണമെന്ന്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് കാസർഗോഡ് ഉള്ളവരോട് തന്നെയാണ് ചോദിച്ചത്. കാരണം സജി ചെറിയാൻ പറഞ്ഞത് മലപ്പുറം കാസർഗോഡ് അടക്കമുള്ള ആളുകളോടാണ്. അവിടെ എത്രമാത്രം ആളുകൾ ഒത്തൊരുമയോടുകൂടിയാണ് ജീവിക്കുന്നത്, അവർക്കിടയിലേക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്.